ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മത്തങ്ങ വെച്ചൊരു കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ മത്തങ്ങയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നാളെ മത്തങ്ങ മോരുകറിയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നേ, ഞങ്ങൾ മത്തങ്ങ വെച്ച് മത്തങ്ങയും പയറും എരിശ്ശേരി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, വേറെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ല മത്തങ്ങ വെച്ചിട്ടെന്ന്. അപ്പോൾ മത്തങ്ങ വെച്ച് എരിശ്ശേരി മാത്രമല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ കറികൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ കറികൾ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാനതിന് മത്തങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയെടുക്കണ്ട കേട്ടോ. പിന്നെ പരിപ്പ് ഇട്ടിട്ടാണ് ഇന്ന് കറി വെക്കണത്. അപ്പോൾ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം കഴുകിയെടുത്തു. മത്തങ്ങയും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഈ മത്തങ്ങയും പരിപ്പും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിള്ളേർ കഷ്ണമൊന്നും കൂട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മത്തങ്ങയൊന്നും അവർക്ക് ഇഷ്ടമുള്ള കഷ്ണമല്ല. അപ്പോൾ പരിപ്പിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇട്ട് നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കും. അപ്പോൾ പിന്നെ കഷ്ണം പറക്കി കളയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പരിപ്പും മത്തങ്ങയും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ വിസിൽ വരുത്തിയെടുത്തു വിട്ടാൽ ഒരു 5 വിസിലോളം ഞാൻ വരുത്തിയെടുത്തു വിട്ടാൽ. പിന്നെ ഇതിലേക്ക് നാളികേരം ചേർക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് നാളികേരം ചിരകിയെടുത്തു. കുറച്ച് ജീരകവും ചേർത്ത് നല്ലോണം അരച്ചെടുത്തു. കുക്കറിൻ്റെ വിസിലൊക്കെ പോയി മത്തങ്ങ പരിപ്പൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലോണം അത് ഒന്നും കൂടി ഉടച്ച് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തു. നാളികേരം ജീരകവും മാത്രമാണ് അരച്ചത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഉപ്പിട്ടു. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല വേവിച്ചപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഉപ്പിട്ടു. നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തു. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്ത് ഒഴിച്ചാൽ നല്ല മത്തങ്ങയും പരിപ്പും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മത്തങ്ങ വെച്ച് ഇങ്ങനൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണേ.